സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗ്രഹനാഥൻ എന്നുള്ളത് ഗ്രഹനാഥയായപ്പോൾ ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളെ പറ്റി പറയുവാന്നേ, ഇപ്പം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൊണ്ട് ഓഫീസിൽ പോയി ഇറങ്ങി കയറി ഒന്നും വലിയ ശീലമില്ല. പോകുന്നതുകൊണ്ട് വിഷമമൊന്നുമില്ല, അത്രയും എന്നാ പറയുന്നത്, സ്ത്രീകൾ അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് എല്ലായിടവും ഫേസ് ചെയ്യുന്നതുകൊണ്ടൊന്നും ഒരു വിഷമമില്ല, പോകുന്നതുകൊണ്ടും വിഷമമില്ല, ശരിയാക്കുന്നതുകൊണ്ടും വിഷമമില്ല. പക്ഷേ ഈ 10 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട ഒരു പരിപാടി മാത്രം ഒന്ന് കുറച്ച് തരാം. ഇതിനകത്ത് ഒന്ന്, നമ്മൾ ഈ റേഷൻ കാർഡ് സ്ത്രീകളുടെ പേരിൽ കൊടുക്കുക എന്നുള്ളത് ഫുഡ് സെക്യൂരിറ്റി ആക്റ്റിൽ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ്, ഞാനായിട്ട് കൊണ്ടുവന്നതല്ല. അപ്പോൾ നമുക്ക് ഇനി ഇന്ത്യ മുഴുവനും സ്ത്രീകളുടെ പേരിലാണ് ഇനി മുതൽ റേഷൻ കാർഡ് ഉള്ളത്. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ, അതിനനുസൃതമായിട്ടാണ് നമ്മൾ റേഷൻ കാർഡുകൾ റിന്യൂ ചെയ്തെടുക്കുന്നത്. സോ സ്ത്രീകളുടെ പേരിൽ ഇനിയിപ്പോൾ കാർഡ് ഇഷ്യൂ ചെയ്യാൻ കഴിയുള്ളൂ, അത് നിയമമാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അത് എന്തുകൊണ്ടാണ് അതിലേക്ക് അത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു മാർക്കറ്റിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങുന്നതും ഒരു കുടുംബം നോക്കുന്നതും എല്ലാം സ്ത്രീകളാവുന്നു. ഇതവർ കൂടുതലും ഇപ്പോൾ ഈ റേഷൻ കാർഡുകൾ പലപ്പോഴും പണയപ്പെടുത്തുന്ന സാഹചര്യം വരാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അതിനും മാത്രമല്ല, വടക്കേ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ റേഷൻ കാർഡ് പണയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുന്നു. അവിടെ ആണുങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോൾ ഇത് പൂർണ്ണമായി ഇതിൻ്റെ അതോറിറ്റി ഒരു സ്ത്രീക്കായിരിക്കണം എന്നുള്ളത് അത്തരത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ UPA ഗവൺമെൻറ് ആ ഒരു തീരുമാനം എടുത്തത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ആരും കയറി ഇറങ്ങേണ്ടി വരത്തില്ല. ഈ സാധനം നമ്മൾ കൃത്യമായിട്ട് റേഷൻ കാർഡുകൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് 25 ലക്ഷം റേഷൻ കാർഡുകൾ മാറ്റിയടിക്കേണ്ടി വന്നു. കാർഡ് പ്രിൻ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അകത്ത് കണ്ടമാനം മിസ്റ്റേക്കുകൾ വന്ന് കാർഡ് തന്നെ മാറ്റി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കാർഡ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡേറ്റാസിൻ്റെ ഒതൻറ്റിസിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു സാഹചര്യം കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് ആരും ഒരിടത്തും പോകണ്ട, എല്ലാവർക്കും ഓൺലൈൻ വഴി അതിന് സൗകര്യം കൊടുത്തു. പക്ഷേ ഓൺലൈൻ വഴി ആക്സസ് ചെയ്ത് തെറ്റുകൾ നോക്കാനായിട്ട് നമുക്ക് പറ്റാതെ പോകുന്നു. ശരിക്കും പണ്ടൊക്കെ എൻ്റെ പപ്പായുടെ ആ സമയത്തൊക്കെ ഞാൻ പറയുവാന്നല്ല, അതൊക്കെ കംപ്ലീറ്റ് മാനുവൽ ആയിരുന്നേ. ഇപ്പം ശരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പിന്നാണെന്ന് തോന്നുന്നു തെറ്റുകൾ വരാൻ തോന്നിയത്. ശരിക്കും എന്നാ പറയുന്നത്, കുറവങ്ങോട്ട് താമസിക്കുന്ന ആളുടെ സ്ഥലമൊക്കെ റേഷൻ കാർഡിന് തരുന്ന കന്യാകുമാരിയിലായിരിക്കും. ഈ പുള്ളി ഇനി അത് അന്വേഷിച്ച് പോകണം. ഇതെല്ലാം മൊത്തം പ്രശ്നം. ഞാനാണെങ്കിൽ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഞങ്ങൾ എൻ്റെ പഴയ റേഷൻ കാർഡും എല്ലാം കൊടുത്തേ. ഇപ്പം ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ റേഷൻ കാർഡും ഇല്ല, രേഖയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ഇനി പുതിയതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം, ആ ഒരവസ്ഥ. അപ്പൊ പുതിയ വീട്ടിൽ വന്നേച്ച് ഞങ്ങളുടെ ഇപ്പൊ എന്റെ കഴിഞ്ഞ കൊല്ലം. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുക, എന്റെ ഫുൾ പോയി, റേഷൻ കാർഡ് ഒറിജിനൽ എല്ലാം പോയി അവരുടെ കയ്യിൽ നിന്ന്. വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് ചേർത്തു. ആദ്യം മഞ്ചൂരായിരുന്നു, അവിടുന്ന് ചേർത്തിട്ട് ഇവിടെ ഇപ്പൊ പുതിയ കാർഡ് വേണമല്ലോ, ഈ മാറ്റണമല്ലോ, എല്ലാം മാറ്റണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഏൽപ്പിച്ചു. ഫുൾ പ്രൂഫ് ഒറിജിനൽ രേഖകളാ മുഴുവൻ ഏൽപ്പിച്ചേ. തിരിച്ചു ചെന്ന് ഞാൻ അത് ചോദിക്കുമ്പം ആ പെർട്ടിക്കുലർ ഓഫീസിന്റെ കയ്യിൽ എൻ്റെ റേഷൻ കാർഡേ ഇല്ല. ഇന്ത്യ ഏതാന്ന് ചോദിക്കുന്നു, 10 പേരോട് ചോദിക്കുന്നു. ഇതാ അവസ്ഥ. റേഷൻ കാർഡിന്റെ ഇപ്പം നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിയുമ്പം ഈ റേഷൻ കാർഡ് ഇപ്പം പ്രധാനമായിട്ടും മറ്റൊരു ഇഷ്യൂ വരുന്നത്, എല്ലാത്തിൻ്റെ ഒരു രേഖയായിട്ട് ഇപ്പോൾ റേഷൻ കാർഡ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് വന്നു, എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ അടിയന്തരമായിട്ട് റേഷൻ കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ ഇപ്പോൾ വേറെ ഒരുപാട് ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്, ഇപ്പോൾ ആധാർ കാർഡ് ഉൾപ്പെടെ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ആശയമാണ്, ഞാനത് ഒരു ഡിസ്കഷനിലായിട്ട് ഇട്ടിട്ടുണ്ട്, ഗവൺമെൻറ് ലെവലിൽ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റേഷൻ കാർഡ് റേഷനായിട്ട് മാത്രം പരിമിതപ്പെടുത്തുക എന്നുള്ളത് ഭക്ഷ്യവകുപ്പിൻ്റെ മിനിസ്റ്ററായിട്ട് തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്നൊക്കെ മാറ്റങ്ങളാണ് വേണ്ടിയത്? യുവർ ഫ്യൂച്ചർ വിഷൻ ഏത് കാര്യത്തിൽ പൊതുവേ ഈ വകുപ്പിൽ വെച്ച്, ഭക്ഷ്യവകുപ്പിൽ വെച്ച്? അല്ല, ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തത്തിലുള്ള ചേഞ്ചസ് ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ കഴിച്ചോളൂ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വരുന്നത് നമുക്ക് കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഡൈവേർട്ടായി പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്, ചെക്ക് ചെയ്യാൻ പൂർണ്ണമായും തടയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഈ എൻഡ് ടു എൻഡ് ഒരു സൊല്യൂഷൻ, അതായത് നമുക്ക് FCIയിൽ നിന്ന് നമുക്ക് ഫുഡ് ഗ്രെയിൻസ് നമ്മൾ എടുക്കുന്നത് മുതൽ ഒരു കൺസ്യൂമർ അത് വാങ്ങുന്ന വരെയുള്ള ഒരു ചെയിൻ, ഒരു സപ്ലൈ ചെയിൻ, അത് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത് അത് പൂർണ്ണമായും ഒരു സിസ്റ്റമാറ്റിക് ആക്കുക എന്നൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ ഞങ്ങളതിൻ്റെ പൈലറ്റ് പദ്ധതി ആരംഭിച്ചു. യഥാർത്ഥത്തിൽ
ഈ ഒരു ടൈമിൽ ഈ 2015 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഇത് ടേക്കപ്പ് ചെയ്ത് 2012 ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നു. ഇപ്പോൾ അതിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആവുന്നതേ ഉള്ളൂ. ഫുൾ റോൾ ഔട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷേ 22 ARDs ഇപ്പോൾ ഞങ്ങളതിൻ്റെ 22 റേഷൻ കടകളിൽ ഇതിൻ്റെ പൈലറ്റ് പ്രൊജക്റ്റ് ചെയ്തു. അതിപ്പോൾ സക്സസ്ഫുൾ ആണ്. പിന്നെ ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം ശക്തമാക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞ പരാതികൾ എപ്പോഴും പൊതുവിതരണം എന്ന് പറയുന്നത് പൊതുവിതരണത്തിൻ്റെ കൂടപ്പുറപ്പായി പരാതി ഉണ്ട് എന്നുള്ള എൻ്റെ ഒരു അനുഭവം കേട്ടോ. ഇഷ്ടംമാതിരി പരാതികൾ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പരമാവധി ഫോണുകൾ നേരിട്ട് തന്നെ എടുക്കാറുണ്ട്. വരുന്ന കംപ്ലയിൻസും പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ പരാതി പരിഹാരത്തിന് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങൾ ലക്ഷ്യം വെച്ചു. അതിന് ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം തന്നെ അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്നുണ്ട്. ആക്ടിൻ്റെ അകത്ത് ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ടൈം ഒരു ഗ്രിവൻസ് റിഡ്രസൽ മെക്കാനിസം അവിടെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം. അതിനായിട്ട് പ്രത്യേക ഓഫീസേഴ്സിനെ നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ പൊതുവിതരണത്തിൻ്റെ കംപ്ലീറ്റ് ഫേസ് ചേഞ്ച് ആവുന്ന ഒരു സന്ദർഭമാണ്. ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കുറച്ച് മുമ്പൊക്കെ പറഞ്ഞത്. സ്വാഭാവികമായിട്ടുണ്ട്. ഓക്കെ, എന്നാലും വേണ്ടല്ല, ഞങ്ങൾ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചോളാം. എന്നാലും നല്ലൊരു കാര്യം തന്നെയല്ലേ വരും. പിന്നെ വേറൊരു രസകരമായ ഒരു അനുഭവം എനിക്കുണ്ടായത്, ഞാൻ 2012 മിനിസ്റ്ററായി വരുന്ന സന്ദർഭത്തിൽ ഓണക്കാലമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ ഒരു പത്രത്തിൽ വാർത്ത, ഓണം കഴിച്ചു മന്ത്രി അറിഞ്ഞു എന്നാണ് വാർത്ത. അപ്പം ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പഞ്ചസാര കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓണം കഴിച്ചു എന്ന് ആ ലേഖകൻ്റെ ഭാവനയിൽ ആ ലേഖകൻ എഴുതി. അപ്പം ഞാൻ അടുത്ത ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസേഴ്സിനെ വിളിച്ച് എന്താ കാര്യങ്ങളെന്ന് ചോദിച്ചു. എന്തുകൊണ്ട് ഈ പഞ്ചസാര ഫെസ്റ്റിവൽ ഷുഗറാണ്, എന്താണ് കിട്ടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫെസ്റ്റിവൽ ഷുഗർ കിട്ടാറുണ്ട് സാറിന്, ഞങ്ങൾ ഓണം കഴിഞ്ഞാണ് കൊടുക്കുന്നത്. ഓണം കഴിഞ്ഞ് ഫെസ്റ്റിവൽ ഷുഗർ അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് അത്. അപ്പോൾ ഞാൻ ചെന്നോളാം, അത് ഞങ്ങൾ അങ്ങനെയാണ് സ്ഥലത്ത് കൊടുക്കുന്നത്, ഓണം കഴിഞ്ഞാണ് ഈ സാധനത്തിന്. പക്ഷേ ഞാനത് റെഗുലറൈസ് ചെയ്തു. 2013 ഓണത്തിന് മുമ്പ് തന്നെ ഫെസ്റ്റിവൽ ഷുഗർ എത്തിച്ചു. പക്ഷെ ഒരു പത്രവും ഓണം മധുരിച്ചു എന്ന് എഴുതിയില്ല അന്ന്. കഴിച്ചത് മാത്രമേ എഴുതിയുള്ളൂ, മധുരിച്ചത് ആരും എഴുതിയില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഓണത്തിന് മുമ്പ് തന്നെ ഷുഗർ എത്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേയൊക്കെ സക്സസ്ഫുള്ളായി, പിന്നെ ബാക്കിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു.